ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 ഇത്രയും വൃത്തികെട്ട ഒരു സീസൺ മലയാളത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. കുറെ നേഴ്സറി പിള്ളേരെ പിടിച്ച് അതിനകത്തോട്ട് കയറ്റിയിട്ട് ഇച്ചിമുള്ളിയ പേരിലൊക്കെ ഇമ്മാതിരി പ്രശ്നം ഉണ്ടാക്കുന്ന ഇതിനെയൊക്കെ ആണെങ്കിൽ മട്ടല് വെട്ടി അടിക്കണം. നിലവാരമില്ലാത്ത, നിലപാടില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത കുറെ എണ്ണങ്ങൾ. അത് ആ കണ്ടസ്റ്റൻസ് മാത്രമല്ല കേട്ടോ, ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഇവരുടെ PR-കൾ, ഇവരുടെ അന്തം ഫാൻസ്. നോർമൽ ഫാൻസിനല്ല കേട്ടോ ഞാൻ പറയുന്നത്, അന്തം ഫാൻസ്. ഇടയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറയാനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തു ഇത്ര മടി എന്താണ്? ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എനിക്കതിനകത്ത് ഫേവറേറ്റ് ആരാന്നുള്ളത്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആരുമില്ല. ഞാനവിടെ ഇമ്മാതിരി സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നുക ഒരു കണ്ടസ്റ്റൻസ് പറയാനെ കൊണ്ട് ഒറ്റ ഒരാൾ പോലും ഇല്ല. കുറെ വൈൽഡ് കാർഡുകളെ അങ്ങോട്ട് കുത്തിക്കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ആ പോയ സാധനങ്ങളും നിന്ന സാധനങ്ങളും എല്ലാം ഒരേപോലെ തന്നെ. എന്തുവാണ് ഇതിനെയൊക്കെ പറയേണ്ടത്? ഇനി കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നേക്കുന്ന സംഭവങ്ങൾ എൻ്റെ പൊന്നു പിള്ളേരെ ഇനി പീഡിപ്പിച്ചു എന്ന് മാത്രമേ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പറയാൻ ബാക്കിയുള്ളൂ. കാര്യം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പെണ്ണാണിനെ തൊട്ടു, ആണിനെ തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ. ഇനി കഴിഞ്ഞ ദിവസം രന ഫാത്തിമയുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, മറ്റേ ആരിനാണെങ്കിൽ കിടന്നിരിക്കുന്നത്, ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ആരിനെ ഇവിടെ ചെയ്തേക്കുന്ന ശുദ്ധ പോക്കൃത്തരം ഇല്ലയോ, ശുദ്ധ തെമ്മാടിത്തരം ഇല്ലയോ? കുറെ ആൾക്കാർ ആരിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ആര്യൻ ഇന്റൻഷനലി ചെയ്തതല്ല, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ എന്താണ് പ്രശ്നം, രനയാണ് കൂടുതൽ ഷോ ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടി ഇവിടെ ആര്യൻ ഇന്റൻഷനലി ചെയ്തതാണെന്ന് രനയും പറയുന്നില്ല, നമ്മളും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ആക്ട് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. മറ്റേ മൈ ബോസ് സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ എൻ്റെ കട്ടിൽ എന്ത് കയറി കിടന്നാലും ഞാൻ കയറി പിടിക്കും എന്ന് പറയുന്ന പോലെ ആര്യൻ ചെയ്തിരിക്കുന്ന ശുദ്ധ പോക്കൃത്തരം തന്നെ ഇല്ലയോ? എന്നിട്ട് കുറെ എണ്ണം ആര്യൻ ചെയ്തത് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രനയാണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞതാണെങ്കിൽ കുറെ ആൾക്കാർ ഡ്രാമ എന്ന് പറയുന്നുണ്ട്. കൊച്ചു കുട്ടിയാണ്, നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുള്ളതാണ്, വാ പോയൊരു കോടാലിയാണ്, അത്ര വലിയ മെച്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. ആ കുട്ടിയാണെങ്കിൽ പേടിച്ചു, രനയാണെങ്കിൽ പേടിച്ചിട്ടുണ്ട് ആര്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കിന്. എന്നിട്ട് ആര്യൻ ചെയ്ത് എന്താണ്, അവിടെ ഒരു സോറി പറഞ്ഞു. ഓക്കെ, നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു, ഓക്കെ ജസ്റ്റ് സോറി. അത് അവിടെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. ആര്യൻ അവിടെ ഷോ ഇറക്കിയിട്ട് മസ്താനിയോട് ഉപമിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിക്കാണെങ്കിൽ അത്ര സങ്കടമായിട്ടുള്ളത്. അതാണ് രന ഫാത്തിമ അവിടെ കിടന്ന് കരഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ജിസേല് ഈ പെണ്ണുമ്പുള്ള, ഈ ഹിന്ദിക്കാരി പെണ്ണുമ്പുള്ള വന്നിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല, മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാരുടെ ജിസേലിന്റെ പാവാട കടിച്ചു തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നല്ല ആര്യൻ അവിടെ എന്ത് പരിപാടിയാണ് ചെയ്തത്? ആകെപ്പാടെ എനിക്ക് നല്ലെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മസ്താനി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചല്ലോ, അത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അതല്ലാതെ ആര്യൻ അവിടെ എന്ത് തേങ്ങ എന്ത് മാങ്ങാത്തുള്ളിയാണ് ചെയ്യുന്നത്? ഈ ജിസേലിന്റെ പാവാട തൂങ്ങി നടക്കുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ അനിമോളെ പൊക്കി പിടിച്ചുകൊണ്ട് വരും, അനിമോള് പറഞ്ഞത് ശരിയല്ലോ, അനിമോളുടെ കാര്യം അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓൾറെഡി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുമ്പ് അനിമോളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം എല്ലാത്തിനകത്തും വന്നിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോക്കകത്ത് അനിമോൾ കീ ജി എന്ന് പറഞ്ഞ കുറെ എണ്ണങ്ങൾ. പിന്നെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്കിന് ആ ഹൗസ് മേറ്റ്സിനെല്ലാം ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ആരെയാണ് ഫ്രൈ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസും നെവിനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇവിടെ നെവിൻ ആണെങ്കിൽ കണ്ടിന്യൂസ്ലി ഈ സാധനങ്ങൾ കിച്ചണിൽ നിന്ന് മോഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞാണ് എല്ലാം നമുക്ക് തമാശയായിട്ട് തോന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ തന്നെ. അത് നെവിൻ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു മല്ലിയില എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് മല്ലിയില എന്തോരം ക്വാണ്ടിറ്റിയിലുണ്ട് ആ സാധനം, നിങ്ങളെല്ലാവരും ആ വിഷ്വൽസ് കണ്ടതല്ലേ, അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ LKG പഠിക്കുന്ന പിള്ളേർ ഈ ഷാനവാസൊക്കെ ഇത്ര അജാന ബാഹുവായിട്ട് നിന്നിട്ട് ഈ പേരും പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. LKG പഠിക്കുന്ന പിള്ളേരെ പോലും ഇതിനെക്കാട്ടി ക്വാളിറ്റി ഉള്ള അടിയും വഴക്കം ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഷാനവാസ് കാണിച്ചിരിക്കുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. ഷാനവാസ് ആരുടെ ബിഗ് ബോസാ അവിടെ ആ ഒരു മല്ലിയില എടുത്തേക്കുന്നത്. എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടോ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഒരു ക്വാണ്ടിറ്റി എടുത്തോണ്ട് പോയിരിക്കുന്നത്. നെവിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, മോഷണം നടത്തുന്നത് നമുക്ക് യോജിപ്പില്ല. അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് അരോചകമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഓക്കെ റൂള് വയലേറ്റ് ചെയ്ത് എന്തൊരു സാധനം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ബാക്കി എത്രയോ ആൾക്കാർ റൂള് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസിന്റെ കൂട്ടിട്ട് ഇമാതിരി ഓക്കെ ഇവര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു സ്വയം ബിഗ് ബോസ് കളിച്ചിട്ട് അവിടെ പോയിട്ട് ചെവുക്കലടിച്ചങ്ങ് പൊട്ടിച്ചാൽ മതിയല്ലോ. അന്നേരം ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ എല്ലാവരും ഷാനവാസ് ചെയ്തപോലെ എല്ലാം മാസ് കിടിലെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, ഇത് തന്നെ ചെയ്താൽ മതിയല്ലോ അല്ലേ. ഇവിടെ ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഷാനവാസ് ഈ ചെയ്തേക്കുന്ന ഒരു കാര്യത്തെ പറഞ്ഞാണ്. നിങ്ങൾ ഈ അന്തം ഫാൻസും PR ടീംസും മാറി നിന്ന് നിങ്ങളല്ല എന്ന് ചിന്തിച്ച് നോക്കുക. ഈ ചെയ്തേക്കുന്ന ഒരു പരിപാടി ശരിയാണോ? പല ആൾക്കാരും പറയും സഹി കെട്ടിട്ട് ആരാണെങ്കിലും ചെയ്തു പോകൂലേന്ന്. അപ്പം സഹി കെട്ടിട്ട് ആർക്കാണെങ്കിലും പോയിട്ട് ദേഹത്തിലൊരു ഫിസിക്കൽ അസോൾട്ടും ചെയ്യാമല്ലോ. ആൻഡ് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് പോയിട്ട് ഇതിന്റെ ഒരു തേർഡ് എംപയർ ഡിസിഷനോടെ നോക്കാം ആരാണ് ഇതിനകത്ത് തട്ടിയിട്ടെന്നുള്ളത്. So let's have a look at this one. Director, TV review for leg before. Start from the front foot, please. Can you show one more time, please? Join the spin reason, please. Go back to the umpires. Stay with your original call. You can see really depth as well, so swing and seam, and just nicking the outside edge of the leg stump.
but it really depth as well. So swing and. ഈ തേർഡ് അമ്പയർ റിവ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആര് തട്ടിയിട്ടതായിട്ടാണ്? ഷാനവാസ് തട്ടിയിട്ടതായിട്ടാണോ അതോ നെവിൻ തട്ടിയിട്ടതായിട്ടാണോ? ഇത് അപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഷാനവാസ് തട്ടിയിട്ട പോലെ തോന്നുന്നു. ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് നെവിൻ്റെ കൈയോടെ വന്നിട്ട് അബദ്ധത്തിൽ രണ്ടുപേരുടെ ഒരു ഇത് പറ്റിയ പോലെ നമുക്ക് തോന്നും. ആരും ഇൻറ്റൻഷനലി ചെയ്തല്ല എന്നും നമുക്ക് തോന്നും. പക്ഷെ എന്താണെങ്കിലും ഒരാൾ കഴിക്കാനെ കൊണ്ട് വിടും. കഴിഞ്ഞ ദിവസം മറ്റേ ആ പ്രവീൺ ചെയ്തിരിക്കുന്ന കാര്യമുണ്ട്. അനുമോള് ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കിന് കറി എടുക്കാൻ പാടില്ല എന്ന് അനുമോളുടെ അടുത്ത് പറഞ്ഞു. എടാ ഇവനൊക്കെ ഏതടാ ഇവനൊക്കെ ഈ വെകിളി കറി ചോറിനെ തട്ട് പിന്നെ പച്ചച്ചോറ് തിന്നണം. ലാലേട്ടൻ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ വെകിളികൾ. ഇതിനകത്ത് ജിഷിൻ തന്നെ പറഞ്ഞിട്ട് ഇഞ്ചിയുടെ മറ്റേതിൻ്റെ പേരിലൊന്നും നിങ്ങൾ ചെറിയ ചെറിയ വഴക്കുണ്ടാക്കില്ലേ. ഈ പറഞ്ഞ ഇതേ ജിഷിൻ കഴിഞ്ഞ ദിവസം രനയുടെ അടുത്താണെങ്കിൽ ഈ ചപ്പാത്തിയുടെ പേരും പറഞ്ഞിട്ട് നോൺ വെജ് കഴിച്ചെന്നും പറഞ്ഞിട്ട് അങ്ങനെ രനയുടെ അടുത്ത് വഴക്കുണ്ടാക്കി പോകുന്ന അങ്ങനത്തെ ഒരു ഇച്ചിമുള്ളി വേറെ എടുത്ത് ഇവരൊക്കെ എന്തുവാടെ പറയണത്? ആൻഡ് ഈ കലിപ്പിന്റെ പുറത്താണ് ഷാനവാസ് വന്നിട്ട് ആദിലെ എടുത്തിട്ട് ഈ നെവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഈ ടച്ചിങ്ങും സ്മോളിങ്ങും ഒന്നും ശരിയായില്ലെന്ന് പറഞ്ഞു. അതെന്തായാലും നമുക്കൊന്ന് കേൾക്കാം. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവന്റെ അടുത്ത് ഈ മോശം ബിഹേവിയർ. പല പ്രാവശ്യം ഒരു പ്രാവശ്യം കൈയിന് അടിച്ചിട്ടുണ്ട്. ഞാൻ വൃത്തികേട് കാണിക്കായിരുന്നു. അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എന്റെ ബെഡിൽ നിന്ന് മാറി. ഇവിടെ ടച്ചിങ്ങും ഇതൊന്നും ശരിയായില്ല. 2 ആഴ്ച കൊണ്ട് സഹിച്ച് ക്ഷമിച്ച വേദനകളും യാതനകളും ഉള്ളിലൊതുക്കി കൊണ്ട് നടന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഷാനവാസ് മാത്രമല്ല അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അതാണ്. അഭിലാഷിനോട് പോലും ആ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അഭിലാഷ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇയാളെ മൂഞ്ചിക്കുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാം. നെവിന്റെ സെക്ഷുവാലിറ്റി പറഞ്ഞിട്ടില്ല, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ നെവിന്റെ അടുത്ത് നിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞത് ഷാനവാസ്കയാണ്. ഈ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ആൾക്കാരോട് ഇടപഴകുന്നത്. ഷാനവാസ്കയ്ക്ക് അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഷാനവാസ്ക വന്ന് പറയട്ടെ. ആദിലേക്ക് ഇവിടെ എന്താണ് റോള്? ഇത് മറ്റേ ലക്ഷ്മി ആണെങ്കിൽ മസ്താനി ഒനിയൽ വിഷയത്തിൽ വന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ ആദില വന്ന് ചെയ്തേക്കുന്നത്. അതായത് ഒരു കാണാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് മറ്റൊരാൾ പറഞ്ഞ കേട്ടറിവ് മാത്രമേ ഇവിടെ ആദിലേക്കുള്ളൂ. കാണാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റുന്നത്? ഷാനവാസ്ക അവരോട് അങ്ങനെ ചെയ്തു, ഇവരോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം മറ്റേ ലക്ഷ്മി ഉനിയൽ മസ്താനി വിഷയത്തിൽ ചെയ്ത പോലെ തന്നെ അല്ലേ? ലക്ഷ്മി ആ ഒരു സംഭവം കണ്ടിട്ടില്ല, കാണാൻ വന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പബ്ലിക്കായിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ആദിൽ ഈ പറയുന്ന കാര്യം ഇതേപോലത്തെ ഒരു പരിപാടി തന്നെയല്ലേ? ആദിലേക്ക് ഓൾറെഡി നെവിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. അന്ന് ഹൗസിൽ നിന്ന് പുറത്ത് പോയ ആ ഒരു ദിവസമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിരിക്കുന്ന വ്യക്തി ആദിലാണ്. കാരണം നെവിൻ ആദിലെ നൂറേനെ പിരിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറച്ച് നിങ്ങളെ ഞാൻ പിരിക്കാന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് ആദിലേക്കുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇങ്ങനെയാണോ വന്ന് തീർക്കേണ്ടുന്നത്? അപ്പൊ അത് കാണുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞത് പ്രവീണായിരുന്നു. പുള്ളിക്കും നിന്നോട് ഒരു അൺകംഫർട്ടബിൾ സാധനം. പ്രവീൺ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പ്രവീൺ വന്ന് പറയട്ടെ. പ്രവീൺ എന്തായാലും ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈവിലൂടോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് എന്തായാലും വരുമല്ലോ പുറകെ. അപ്പോൾ അതിനകത്തൊക്കെ വന്ന് പറയട്ടെ പ്രവീൺ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ആൻഡ് ഈ പ്രവീൺ പുറത്ത് വന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞത് അത് നമുക്കൊന്ന് കേൾക്കാം. ഞാനതാ പറഞ്ഞു, ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞത്. ആണെങ്കിൽ വലിച്ചോണ്ടിരി കഴിവുള്ളവൻ അവിടെ പോയി പരിപാടി ചെയ്തു എന്നങ്ങ് വിചാരിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഹൗസിനകത്ത് ഇരുന്നിട്ട് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. അനുമോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അവരെന്തും ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവിടെ ചെയ്തോട്ടെ. ഇവിടെ അങ്ങനെ പുറത്ത് കാണിക്കാൻ കുടുംബ പ്രേക്ഷകർ കാണാൻ പാടില്ല. അനുമോളുടെ ഡയലോഗ് പ്രകാരം കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പാടില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ബിഗ് ബോസ് തന്നെ അത് അവിടെ പറയൂ. ഞാൻ മുമ്പത്തെ വീഡിയോ അത് പറഞ്ഞല്ലോ, അവർ ഹഗ് ചെയ്തു കിസ് ചെയ്തു പറഞ്ഞു. ഇപ്പൊ എന്താണ് പ്രശ്നം? ഈ പറയുന്ന പ്രവീൺ അതിനകത്ത് നിന്നിട്ട് പറയാനെ കൊണ്ട് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. പുറത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഇത് പുറത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അനുമോൾ ഫാൻസ് വീട്ടിലെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കായിരുന്നു. കാര്യം അനുമോള് പറഞ്ഞത് സത്യമാണെന്നും പറഞ്ഞു കുറെ എണ്ണങ്ങൾ അങ്ങും ഇങ്ങൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന വ്യക്തി അവിടെ അനുമോളുമായിട്ട് എന്തായിരുന്നു പരിപാടി? അല്ല, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ അതിനകത്ത്. അത് മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ ഒരാളാണ്. എന്താണെങ്കിൽ ഈ പറയുന്ന പ്രകാരമുള്ള ഒരു വീഡിയോ പുറത്തോട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ആദ്യമൊക്കെ ഇത് ഈ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിന് അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞ ടച്ചിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അവിടെ തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവർ തന്നെ വന്ന് പറയേണ്ടുന്ന കാര്യമാണ്. ഇതൊട്ടും ശരിയായില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എന്തായാലും ഫ്രൈ ചെയ്യും. അപ്പോൾ അന്നേരം ഈ ഒരു സത്യാവസ്ഥ തെളിയട്ടെ. വന്നേക്കുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടാനോ, അതായത് നമ്മളും നിങ്ങളെല്ലാവരും പോലെ ജനങ്ങളെ പോലെ തന്നെ സാധാരണ 2 ആൾക്കാരാണെന്ന് പ്രൂവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്നതിന് നീ ഒരു വിലങ്ങുതടി ആവോ നിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എന്നൊരു എന്തോന്ന് നീ ഒരു വിലങ്ങുതടിയാകുമെന്നു? ആദിലേക്ക് നൂറയ്ക്കും നെവിൻ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വിലങ്ങുതടിയായി മാറുന്നത്? ഇങ്ങനത്തെ വിഡ്ഢിതകളൊന്നും വിളിച്ച് പറയല്ലേ ആരതില്ല. കാര്യം എന്ന് വെച്ചാൽ നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് നെവിൻ റിവീൽ ചെയ്തിട്ടില്ല. നെവിൻ ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ്, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അത്തരത്തിൽ എന്തോ കാണിച്ചോട്ടെ, അത് നിങ്ങൾക്ക് എങ്ങനെ വിലങ്ങുതടിയായി വരുന്നത്? കാര്യം നെവിൻ അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ലല്ലോ. അതിനൊരു ഉത്തമ ഉദാഹരണമാണല്ലോ ആദില നൂർ ആ ഹൗസിനകത്ത് നിൽക്കുന്ന നിങ്ങൾ വേറെ ആളുടെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊരു വിലങ്ങുതടിയായിട്ട് വരുന്നത്?
ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ പരിപാടി കാണിക്കരുത്. അതില്ല കാര്യം ഭയങ്കര മോശമായി പോയി ഈ പറഞ്ഞേക്കുന്ന ഒരു കാര്യം. പിന്നെ സെക്കൻഡ് നവീൻ, ഞാൻ മനഃപൂർവ്വം തിന്നുന്ന ഭക്ഷണം തട്ടിയിട്ടു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ തിരിക്കും. അല്ല, അത് തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാര്യം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൻ ഒരു ഇതെടുത്തോണ്ട് പോയി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യുക. നിങ്ങൾ സ്വയം ബിഗ് ബോസ് കളിക്കാൻ നിൽക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. പറയുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്വയം ബിഗ് ബോസ് കളിക്കാൻ നിൽക്കുന്ന ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തുടരുതെന്ന് ഞാൻ പല പ്രാവശ്യം. ഷാനവാസ് ഈ പറഞ്ഞ കാര്യം അവിടെ തെളിയിക്കപ്പെടണം. നെവിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കപ്പെടണം. ഇല്ലെങ്കിൽ നെവിൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇന്റൻഷ്യലി ആരും ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ നെവിൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നെവിന് പുറത്തൊരു ലൈഫ് ഉള്ളതാണ്. ഈ ഹൗസിനകത്തുള്ളൊരു സാധനം മാത്രമല്ല, പുറത്ത് ലൈഫാണ്. നെവിൻ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു അനിയത്തി ഉള്ളതാണ്. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ എന്നെ മാത്രമല്ല എൻ്റെ ഹോൾ ഫാമിലിയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കാര്യം തെളിയിക്കപ്പെടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു വസ്തുത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ വന്ന് കണ്ടിന്യൂസ് നിങ്ങൾ ആലോചിക്കുക. ഈ തൊട്ടേനെയും പിടിച്ചതിന് ഇച്ചിമുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആർക്കും പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ടാണ് കുറെ ആണെങ്കിൽ ഇതുവരെ പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് നിൽക്കാൻ അർഹനല്ല എന്നുള്ളത് ഇടയില്ലാതെ ഞാൻ പറയുന്നു. എന്തോന്ന് ഇടയില്ലാതെ അതെന്ത് കടയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ എനിക്ക് മലയാളത്തിൽ അധികം പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അർത്ഥശങ്കക്കട, അതിന്റെ അർത്ഥം എന്തുവാ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അഭിലാഷ് പറയുന്നതായിരിക്കും കേൾക്കാം. കാര്യം ഇതേ നവീൻ ഇവിടുന്ന് പുറത്തു പോയ സമയത്ത് ഇതേ വ്യക്തി തന്നെ അവന്റെ ഒരു കണ്ടന്റ് പോയി കണ്ടന്റ് എന്നല്ല, കോമ്പൗണ്ട് തന്നെയാണ് പറഞ്ഞത്. അന്ന് നെവിൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്കിന് അന്നൊരു സങ്കടം പ്രകടിപ്പിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ്. ആ ഷാനവാസ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിലാഷിന് മനസ്സിലാവുന്നില്ല എന്ന് ഇവിടെ അഭിലാഷ് പറയുന്നുണ്ട്. ആൻഡ് ഈ അഭിലാഷിനെ നമ്പല് പിള്ളേര് ഉള്ള കാര്യം പറയുന്നത്, നന്മ അങ്ങ് വാരി വിതറുന്ന മറ്റേ ടോമൻ ജെറിക്കകത്ത് മറ്റേ മണ്ടയ്ക്ക് വെള്ള റൗണ്ട് ഇങ്ങനെ കറങ്ങുമല്ലോ നന്മ അടിക്കുമ്പോഴത്തേക്ക്, അതുപോലത്തെ നന്മയുടെ ഒരു റൗണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആദില നൂറയുടെ വിഷയത്തിലാണെങ്കിൽ ലക്ഷ്മി ഇതുപോലെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ലാലേട്ടൻ അഭിലാഷ് താൻ എന്തുകൊണ്ട് ഇതിനകത്ത് ചോദ്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ ടൈമില് ഞാൻ കിച്ചണിനകത്തായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോഴാണ്. പക്ഷെ ഇതേ അഭിലാഷ് ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു, അതിന് ചുറ്റുപാടും തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് കള്ളം പറഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ അഭിലാഷ്. അങ്ങനെ നന്മ അടിക്കാൻ വേണ്ടി നടക്കുന്ന ഈ ഒരു വ്യക്തിനെ നമ്പിയ അറിയാമല്ലോ. അപ്പം ഇനി ഈ പറഞ്ഞേക്കുന്ന ആ ഒരു ദിവസം ഈ ഷാനവാസ് പറഞ്ഞേക്കുന്ന കാര്യത്തോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇതിലേറെ നഷ്ടം എനിക്കാണ്. ഞങ്ങൾ തമ്മിലൊരു കോമ്പൗണ്ട് ആയിരുന്നു. അവന് കളിയും തമാശയും എന്നോട് കുറച്ച് ഇങ്ങനെ ഒരു ലവബിൾ ആയില്ല. ഞാനത് ഇറിറ്റേറ്റഡ് ആയിട്ടും ആസ്വദിച്ചും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്കത് ഇറിറ്റേറ്റഡ് ആയിട്ടും ആസ്വദിച്ചും പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി, ആസ്വാദനയൊക്കെ അങ്ങ് വിട്ടുപോയി ഈ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്കിന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഒരു പാത്രം തട്ടി പൊട്ടിച്ച ആ വിഷയം കൊണ്ട് മാത്രമാണ് ഷാനവാസ് ഇത് വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഷാനവാസ് ഇത് പറയൂല. ഷാനവാസിന് ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ പോയേനെ, ആസ്വാദനത്തിന്റെ ടോണിൽ അങ്ങ് പോയേനെ. എന്തുവാടെ ഒരു നിലപാടില്ലേടെ ഷാനവാസിന്. ഇതാണ് ഞാൻ ഈ ബിഗ് ബോസിന്ന് ശാരികേച്ചി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ച പറഞ്ഞ കാര്യം, ഷാനവാസിന്റെ കാര്യമൊക്കെ ഒരു നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. അനിമോളുടെ വേറൊരു ലൈറ്റ് വേർഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൽ വേർഷനാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തി തന്നെ പിന്നീട് മറ്റേ മുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിച്ച് തുടയം കാണിച്ചിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ്. ആ വ്യക്തിയെന്ന് പറയുന്നത് ജിസേലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കുല പ്രോമാക്സ് ഒരു വ്യക്തിയാണ് ഷാനവാസ്. ഞാൻ എന്താണെങ്കിലും ഈ ഒരു സീസൺ 7 വെറുത്ത് പോയി. കാര്യം ഇത്രയും വൃത്തിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് കണ്ടിട്ടാണ് ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ഇതിന്റെ ക്രൂവിലിരിക്കുന്ന ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഇവരെയൊക്കെ ഓഡിഷൻ ചെയ്ത് ഇങ്ങോട്ട് എടുത്തേക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സീസൺ 8 വേണ്ടിയിട്ടാണ്. കാര്യം ഇതൊക്കെ ഇമാതിരി സാധനങ്ങൾ ഇച്ചുമുള്ളിയ പേരും പറഞ്ഞ LKG പിള്ളേരെ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.